മഴത്തോട് മുമ്പിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സ്റ്റാൻലി അലീനയെ കണ്ടതിന് ശേഷം ഹോട്ടലിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അപ്പോഴും അലീനയുടെ കാര്യം തന്നെയാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. അലീനയെ കണ്ടത് തന്നെ വീണ്ടും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയ്ക്ക് സ്റ്റാൻലി പ്രതീക്ഷിച്ചില്ല. സ്വന്തം അമ്മച്ചിയെ പോലെ തന്നെ ഇരിക്കുകയാണ് അലീന. വീണ്ടും ഇങ്ങനെ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാനം കിട്ടാതെ വീണ്ടും സ്റ്റാൻലി കുടിക്കുന്നുണ്ട്. അതിനുശേഷം ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ സ്റ്റാൻലി, എന്താ കാര്യം, എന്താ താങ്കളിപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒന്നും കൂടെ അലീനയെ കാണണം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, താങ്കൾ ഇപ്പോഴല്ലേ അലീനയെ കണ്ടത്, ആദ്യം താങ്കൾക്ക് അലീനയെ വേണോ വേണ്ടോ എന്ന് ആദ്യം തീരുമാനിക്കുക, അതിനുശേഷം മതി ഇനിയുള്ള കൂടിക്കാഴ്ച എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എനിക്ക് ഒന്നും കൂടെ അലീനയെ കാണണമെന്ന് സ്റ്റാൻലി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അവളെ നന്നായിട്ട് കണ്ടില്ല, അത് തന്നെയാണ് കാര്യം. മാത്രമല്ല അവളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എനിക്ക് വേണം എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പം അത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അലീനയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ? അതെൻ്റെ അപ്പച്ചനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം, അതിനകത്തൊന്നും ഞാൻ ഇടപെടുന്നില്ല എന്ന് ബാലചന്ദ്രൻ തിരിച്ച് മറുപടിയും പറയുന്നുണ്ട്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, എവിടെ വേണമെങ്കിലും ഞാൻ വരാം, ബാലചന്ദ്രൻ എവിടെ തീരുമാനിച്ചാലും ഞാൻ വന്നോളാം, ഞാൻ വന്ന് അലീനയെ കണ്ടോളാം എന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല, ഞാൻ വന്ന് അലീനയെ കാണുന്ന കാര്യം അലീന ഉറപ്പായിട്ടും അറിയത്തില്ല എന്ന് സ്റ്റാൻലി വാക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ബാലചന്ദ്രൻ ആലോചിച്ചിട്ട് ശേഷം പറയുന്നുണ്ട്, ശരി, സിറ്റിയിലേക്ക് ഞാൻ അവളെയും കൂട്ടിക്കൊണ്ടുവരാം, കല്യാൺ സിൽക്കിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരാം. അരമണിക്കൂർ സമയം അവിടെ വന്ന് നിങ്ങൾ കാണിയോ, ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ എന്താ വേണമെങ്കിലും ചെയ്തോ, പക്ഷേ അരമണിക്കൂർ സമയം. മാത്രവുമല്ല അവൾക്കൊരു സംശയവും ഉണ്ടാവില്ലേ, നിങ്ങൾ അവളുടെ മുന്നിൽ വരാനും പാടില്ല എന്നൊക്കെ ഉള്ള ഒരു നിബന്ധന വെക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അതെല്ലാം സ്റ്റാൻലി അംഗീകരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഞാൻ അലീനയുടെ മുന്നിൽ വരുത്തില്ല, അലീന കാണത്തുമില്ല, നിങ്ങൾ അവിടെ ഒന്ന് കൊണ്ടുവന്നാൽ മതിയെന്ന് സ്റ്റാൻലി ബാലചന്ദ്രൻ്റെ മുന്നിൽ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവസാനം ബാലചന്ദ്രൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ വന്ന് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ നമുക്ക് സിറ്റി വരെ ഒന്ന് പോയിട്ട് വരാം, എനിക്ക് എന്തൊക്കെയോ സാധനം വാങ്ങിക്കണമെന്ന് പറഞ്ഞല്ലോ ഓർഫണേജിലേക്ക്, അത് നമുക്ക് ഇന്ന് തന്നെ പോയി വാങ്ങിക്കാം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പം അലീന ചോദിക്കുന്നുണ്ട്, അച്ഛനല്ലേ പറഞ്ഞത് സമയമില്ല, നാളെ പോകാമെന്ന്, പിന്നെന്താ പെട്ടെന്നൊരു തീരുമാനം? അല്ല ഇപ്പോൾ ഇനി ഞാൻ ഫ്രീയാ, അതുകൊണ്ട് നമുക്കൊന്ന് പോകാം മോളെ എന്ന് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്. അപ്പം ഓക്കെ അച്ഛാ, ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് അലീനയും ബാലചന്ദ്രനോട് പോകാൻ റെഡിയാവുകയാണ്. ബാലചന്ദ്രൻ ആകെപ്പാട് ടെൻഷനിലാണ്. ഇനി അലീന എങ്ങാനും സ്റ്റാൻലിയെ കാണുകയോ സ്റ്റാൻലിയെക്കുറിച്ച് തന്നെ ചോദ്യം ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു പേടി ബാലചന്ദ്രൻ നന്നായിട്ടുണ്ട്. എന്നാലും അലീനയും കൂട്ടി സിറ്റിയിലേക്ക് വരാമെന്ന് സ്റ്റാൻലിക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് തന്നെ അലീനയും കൂട്ടി പോവുകയാണ്. അപ്പം പോകുന്ന വഴിയിൽ കല്യാൺ സിൽക്കിലേക്ക് കയറാനായിട്ട് ഒരുങ്ങുമ്പം അലീന ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ ഇവിടെ കയറുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ അല്ലല്ലോ കയറണ്ടേ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. അല്ല, നമുക്ക് ഇവിടെ കയറി രണ്ടുമൂന്ന് ഡ്രസ്സ് എടുക്കാം, കൃഷ്ണമോക്കും ബബിതയ്ക്കും പിന്നെ മോക്കും വേണ്ടുന്ന ഡ്രസ്സ് എടുത്തോ, പെട്ടെന്ന് തന്നെ ഇറങ്ങാം ഇവിടെ നിന്ന് എന്ന് ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അലീനയും കൂട്ടി നേരെ ടെക്സ്റ്റൈൽസിലേക്ക് കയറുകയാണ്. അപ്പം അതിനു മുമ്പ് തന്നെ സ്റ്റാൻലി ടെക്സ്റ്റൈൽസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ അകത്തെത്തുകയാണ്. അകത്തെത്തുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോള് പോയി ഡ്രസ്സൊക്കെ എടുത്തോ, കൃഷ്ണമോക്കും ബബിതയ്ക്കും പിന്നെ മോക്കും വേണ്ടുന്നതൊക്കെ എടുത്തോ, എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അച്ഛനും കൂടെ വാ എന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് അലീന പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കാം മോളെ, മോക്ക് വേണ്ടുന്നതെല്ലാം എടുക്ക് എന്ന് പറയാണ്. അവർക്കും കൂടെ എടുത്തോ എന്ന് പറയാണ്. ഈ സമയത്ത് ദൂരെ മാറി നിന്ന് സ്റ്റാൻലി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അലീന ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഓരോ ഡ്രസ്സ് എടുക്കുമ്പോഴും സ്റ്റാൻലി ദൂരെ മാറി നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അലീനയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്ക് കുറച്ച് ബാക്കിൽ തന്നെ സ്റ്റാൻലി നിൽപ്പുണ്ടായിരുന്നു. സ്റ്റാൻലി അലീന തന്നെ കാണാതിരിക്കാൻ അവിടെ നിൽക്കുന്ന ഒരു ചുരിദാറൊക്കെ എടുത്ത് മറയ്ക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ആണെങ്കിൽ അലീനയുടെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ അലീന അവിടുന്ന് കുറേ ഡ്രസ്സുകളും കൃഷ്ണമോക്കും ബബിതയ്ക്കും ഒക്കെ എടുക്കുന്നുണ്ട്. ഈ സമയത്ത് ബാലചന്ദ്രൻ കുറച്ച് ദൂരം മാറി നിൽപ്പുണ്ട്. അപ്പം ബാലചന്ദ്രൻ ആകെപ്പാടെ ടെൻഷൻ, ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട്. സ്റ്റാൻലി അവിടെ കാണാൻ നിൽപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അതേപോലെ അലീനയും സ്റ്റാൻലിയും തമ്മിൽ കാണുന്നുണ്ടോ എന്നൊക്കെ ബാലചന്ദ്രൻ നോക്കുന്നുണ്ട്. ഭയങ്കര ടെൻഷനിലൂടെയാണ് ബാലചന്ദ്രൻ ആ സമയത്ത് നിൽക്കുന്നത്. സ്റ്റാൻലി ആണെങ്കിൽ അലീനയെ ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല. അത്രയ്ക്ക് അലീനയുടെ മുഖം സ്റ്റാൻലിയുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്തും ബാലചന്ദ്രന് നല്ല ടെൻഷനുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അലീനയും ബാലചന്ദ്രന് അവിടുന്ന് ഇറങ്ങിയാണ്. അപ്പം പോകുമ്പം അലീനയെ പോകുന്നത് കാണുമ്പോൾ സ്റ്റാൻലിക്ക് നല്ല വിഷമം ഉണ്ടാകുന്നുണ്ട്. മാറി നിന്ന് സ്റ്റാൻലി അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവർ വന്ന് കാറിൽ കയറുമ്പം അലീന ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇതിപ്പോൾ ഇവിടെ കയറി ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇരിക്കട്ടെ, എല്ലാവർക്കും ഡ്രസ്സ് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും മോളും ഡ്രസ്സൊക്കെ എടുത്തോന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാനും എടുത്തെന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പം ബാലചന്ദ്രനാണെങ്കിൽ നല്ല ടെൻഷനോടെയായിരുന്നു.
ടെക്സ്റ്റൈൽസിൽ ഇരുന്നത് മൊത്തം. അതിനുശേഷം സാധനങ്ങളും ഓർഫനേജിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബാലചന്ദ്രനും അലീനയും കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. സ്റ്റാൻലി ആണെങ്കിൽ ആ ഫോട്ടോയൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വീട്ടിൽ ചെന്നതിന് ശേഷം അലീന ഓരോ ജോലിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുറിയിലേക്ക് ബബിത കയറി വരുന്നുണ്ട്. ബബിത വന്നിട്ട് അലീനയെടുത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിക്കുകയാണ്. ആ, പോയേ പറ്റൂ മോളെ, ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവത്തില്ല. അതെങ്ങനെ ചേച്ചി ഇവിടുന്ന് പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ബബിത ചോദിക്കുന്നുണ്ട്. ഞാൻ പോയാലേ മാഡം വരത്തുള്ളൂ, മാഡം വന്നാൽ എല്ലാം ശരിയാവത്തോളൂ എന്ന് അലീന പറയുന്നുണ്ട്. അപ്പം ബബിത കുറച്ച് വിഷമത്തോടെ ഇരിക്കുന്നുണ്ട്. എന്ത് ശരിയാവാനാ ചേച്ചി പോയി കഴിഞ്ഞാൽ പഴയതുപോലെ ആവും ഈ വീട് എന്ന് പറയുകയാണ്. ഞാൻ ഒത്തിരി ചേച്ചിയെ ദ്രോഹിച്ചിട്ടുണ്ട്, ഒത്തിരി കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര വിഷമമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുകയാണ് ബബിത. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട്. അലീനയാണെങ്കിൽ ബബിത എടുത്തിട്ടുണ്ടെന്ന് പറയാണ്, നീ എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നും ദ്രോഹിച്ചിട്ടുണ്ടെന്നൊക്കെ നീ തന്നെ എന്നോട് സമ്മതിച്ചല്ലോ. അതിൽ കൂടുതൽ എന്ത് വേണം മോളെ? മാത്രമല്ല അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നീ എന്നെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ, അത് വലിയ കാര്യം തന്നെയാണ്. ബബിത ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്നോട് ഒരു വിരോധമില്ലേ? അങ്ങനെയൊക്കെ ചെയ്തിട്ടും ചേച്ചി എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് മോളോട് ഒരു വിരോധമില്ല. നീ എന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ അതിനു മുമ്പ് നീ എന്തൊക്കെ ചെയ്തതോ അതെല്ലാം ഞാൻ മറന്നു. മാത്രവുമല്ല നീ എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഞാൻ ആരാണെന്ന് അറിയാതെയാണ് നീ സ്നേഹിച്ചത്. പക്ഷെ മറ്റുള്ളവർ അങ്ങനെയല്ല, ഞാൻ ആരൊക്കെയോ ആണെന്ന് മനസ്സിലാക്കിയാണ് അവരെന്നെ സ്നേഹിച്ചത്. ഇതൊന്നും അറിയാതെ നീ എന്നെ സ്നേഹിച്ച് അത് ഞാൻ മനസ്സിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്, എൻ്റെ മനസ്സിൽ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് ഭയങ്കര സങ്കടത്തോടെ അലീന പറയുന്നുണ്ട്. അപ്പം ബബിതയ്ക്കൊന്നും മനസ്സിലാകുന്നുണ്ട്. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല മോളെ എന്ന് പറയുന്നുണ്ട്. ചേച്ചി ഇവിടുന്ന് പോയാലും ഞങ്ങളെ തിരക്കി വരുമോ, ഞങ്ങളെ കാണാൻ വരുമോ എന്നൊക്കെ ബബിത ഭയങ്കര സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഈ ജന്മത്തിൽ നിങ്ങളും ഞാൻ തമ്മിലുള്ള ബന്ധം മുറിച്ച് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനൊരു ബന്ധമായിപ്പോയി. ഇത് കേൾക്കുമ്പോൾ ബബിത വീണ്ടും വിഷമത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മോളെ, എനിക്കിപ്പോൾ നിന്നോട് ഒരു പിണക്കോ പരാതിയില്ല. മറ്റുള്ളവരൊക്കെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി എന്നോടുള്ള ബന്ധം എന്തെന്ന് മനസ്സിലാക്കിയാണ് എന്നെ സ്നേഹിച്ചത്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ നീ എന്നെ സ്നേഹിച്ചില്ലേ, എൻ്റെ ഒരു കടപ്പാട് എനിക്ക് എപ്പോഴും നിന്നോടുണ്ടാവും എന്ന് ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബബിതയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. ബബിത ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അലീന പോകുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമം ബബിതയാണ്. നീയാണെങ്കിൽ എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുകയാണ് നീ എന്നെ സ്നേഹിച്ചതെന്ന് ബബിതയെടുത്ത് വീണ്ടും അലീന പറയുന്നുണ്ട്. അങ്ങനെ സങ്കടത്തോടെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അലീന അവിടുന്ന് പോവുകയാണ്. ബബിതയാണെങ്കിൽ അലീനയുടെ കാര്യം ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുകയാണ്.